അതീവ രഹസ്യ വിവരങ്ങൾ പോലും ചോരുന്നു. അടിമുടി മാറ്റത്തിന് തുടക്കമിട്ട് സീറോ മലബാർ സഭ. രഹസ്യരേഖകൾ ഇനി മുതൽ ഡിജിറ്റലായി കൈമാറില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുതിർന്ന വൈദികർക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകും. അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള 2 വിമത വൈദികരുടെ മാപ്പപേക്ഷയും തള്ളി. ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും പുറത്താക്കപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ടെന്നാണ് സൂചന. സമവായത്തിലൂടെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നതാണോ സഭയിലെ അച്ചടക്കവും അനുസരണവും? നോക്കുകുത്തിയായത് മാർ ആലഞ്ചേരി പിതാവ് മാർ പാംപ്ലാനിയെ മെത്രാനാക്കിയ അന്നു മുതലാണ്. സിനഡ് സെക്രട്ടറി ആക്കിയ അന്നു മുതൽ കുത്തിത്തിരിപ്പിന്റെ ശക്തി കൂടി. വിമത മെത്രാന്മാരുടെ പിന്തുണ കൊണ്ട് ഔദ്യോഗിക പക്ഷത്തെ അധികാരം കയ്യിലുള്ള ആളായ പാംപ്ലാനി സിനഡിൽ ഏതെങ്കിലും മെത്രാൻ എതിർക്കുന്നത് ഒഴിവാക്കാൻ മിടുക്കനായിരുന്നു. പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളിൽ മെത്രാന്മാരുടെ എണ്ണം കുറഞ്ഞതും പാംപ്ലാനിക്ക് ഒരു സഹായ മെത്രാനെ കിട്ടിയതും കൂടുതൽ ശക്തി കൂട്ടി. മേജർ മാർ ആലഞ്ചേരി പിതാവായാലും മാർ തട്ടിൽ പിതാവായാലും ആർച്ച് ബിഷപ്പ്, സിനഡ് സെക്രട്ടറി, പെർമനന്റ് സിനഡ് അംഗങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നാമനായി വിലസി. ഇനി രക്ഷയില്ല. വിശ്വാസികൾ അംഗീകരിച്ചു തന്നാലും വെറുത്താലും പാംപ്ലാനി പിതാവിന്റെ ഭരണം മാത്രമേ സഭയിൽ ഇപ്പോൾ നടക്കുകയുള്ളൂ. അതിന്റെ പരിണിത ഫലം എറണാകുളം അതിരൂപത മാത്രമല്ല, സീറോ മലബാർ ആസ്ഥാനം വരെയുള്ള നിയന്ത്രണം പാംപ്ലാനി പിതാവിന്റെ കയ്യിലായി.